ഹായ്, ഇതൊരു ശ്രമമാണ്. അടുത്ത 100 ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുകയാണ്. എന്തതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പർട്ടിക്കുലറി കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, ആളുകളുമായി സംവദിക്കുന്ന രീതികളെ ഒന്നുകൂടി എളുപ്പമാക്കുക. യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ പണ്ടതിൻ്റെ ഉദ്ദേശങ്ങൾ പലതാണെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി ഒരു കാര്യങ്ങളെ എങ്ങനെ ആളുകളോട് സംസാരിക്കാം എന്നതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഒരു വീഡിയോ ചെയ്തു തുടങ്ങുമ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ചട്ടക്കൂടുകളോ ഡിസൈനുകളോ വീഡിയോ എഡിറ്റിംഗ് ഒന്നുമില്ല. ഒരു സിമ്പിൾ മൊബൈൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ഒരു 5-10 മിനിറ്റോ സംസാരിക്കുന്നു. അത് സംസാരിക്കുന്നത് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം വായനയെ കുറിച്ചാണ്. വായനാശീലം, റീഡിങ് ഹാബിറ്റ്. ഇപ്പം ഞാൻ ജീവിതത്തിൽ വായന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഒരുപാട് പേരോട് പുസ്തകങ്ങൾ വായിക്കാൻ പറയുമ്പോൾ അവർക്ക് പറ്റാറില്ല. പിന്നെ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കേട്ട കാര്യമാണ് വായന മരിക്കുന്നു, വായന അവസാനിച്ചു എന്നൊക്കെ. അപ്പം അങ്ങനെ ലൈബ്രറി കൗൺസിലിൻ്റെ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഒരു ക്വിസ് കോമ്പറ്റീഷന് പോകുന്നതാണ്. നാട്ടിലൊക്കെ ലൈബ്രറി കൗൺസിലിന്റെ ഭാഗമായിട്ട് എല്ലാ ജൂലൈയിലും ലൈബ്രറി വായനാ വാരം ഉണ്ടാവാറുണ്ട്. ആ വായനാ വാരത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് പുസ്തകങ്ങൾ തരും. ആ പുസ്തകങ്ങൾ വായിച്ചു പോകണം. ആ പുസ്തകങ്ങൾ വായിച്ചു പോയ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ക്വിസ് കോമ്പറ്റീഷന് മുമ്പ് പങ്കെടുത്ത ഓർമ്മയുണ്ട്. ഇന്നാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് പുസ്തക പ്രസാധകരുണ്ട്. ഒരുപാട് ബുക്ക് ഫെസ്റ്റിവലുകൾ നടക്കുന്നുണ്ട്. KLF പോലത്തുള്ള നിയമസഭാ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവല്, മാതൃഭൂമിയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവല്, മലബാർ ജേണൽ ഫെസ്റ്റിവൽ, അങ്ങനെ ഒരുപാട് ഫെസ്റ്റിവൽ നടക്കും. അങ്ങനെ ഞാൻ ആ ലൈബ്രറി കൗൺസിലിന്റെ ഒരു അനുഭവം പറയാം. ആ പരിപാടിക്ക് പോയ സമയത്ത് അന്ന് വെച്ച് ആ പരിപാടിയിലേക്ക് പങ്കെടുത്ത ഒരാൾ പറഞ്ഞൊരു കാര്യം ഇന്നും എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്ത കാര്യമാണ്. വായന മരിച്ചു എന്ന് പറയുന്നത് നമ്മള് കേരളത്തിലെ ആ സമയത്തും ഏറ്റവും കൂടുതൽ ആളുകൾ പത്രം വായിക്കുന്നുണ്ട്. അന്നത്തെ മലയാള മനോരമയുടെ പരസ്യം എന്നുള്ളത് ഉത്തര കേരളത്തിലും ദക്ഷിണ കേരളത്തിലും മധ്യ കേരളത്തിലും ഒന്നാമത് മനോരമ തന്നെയാണ്. അപ്പോൾ വായന മരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്തും ആളുകൾ പത്രങ്ങൾ വായിക്കുന്നുണ്ട്, മാഗസിനുകൾ വായിക്കുന്നുണ്ട്, വാരികൾ വായിക്കുന്നുണ്ട്. പിന്നെ വായന മരിച്ചു എന്ന് പറയുന്നത് ഒരുപക്ഷെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന വളരെ ഡോമിനന്റ് ആയ കുറച്ച് എഴുത്തുകാരുടെ ബുക്കുകൾ വിറ്റ് പോകുന്നില്ല എന്നുകൊണ്ടായിരിക്കാം. എനിക്ക് അങ്ങനെ തോന്നിയത്. അതുകൊണ്ടായിരിക്കാം ആളുകൾ എന്ത് പറയുന്നത്, ഇവിടെ വായന മരിച്ചു പോകുന്നു. മുമ്പ് വിറ്റ് പോയ എത്ര പുസ്തകങ്ങൾ വിൽക്കാതെ പോകുമ്പോൾ സാഹിത്യകാരന്മാർ പറഞ്ഞ് പരത്തിയതായിരിക്കാം വായന നഷ്ടപ്പെട്ടു, വായന മരിച്ചു എന്നൊക്കെ. അല്ലാതെ ഇവിടെ വായന മരിക്കുന്നില്ല. മനുഷ്യനുള്ളിടത്തോളം കാലം നല്ല രചനകൾക്കും നല്ല എഴുത്തുകൾക്കും എന്ന് വായനക്കാരുണ്ട്. ഒന്നുമില്ലെങ്കിൽ പത്രം വായിക്കാനെങ്കിലും ആളുകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കമ്പാരിറ്റീവ്ലി മുമ്പത്തെ പോലെയല്ല വലിയൊരു ജനവിഭാഗം ഇഷ്ടപ്പെടുന്നത് വിഷ്വൽ മീഡിയ ആണ്. ഇപ്പം ഞാനാണെങ്കിലും ചില പുസ്തകങ്ങൾ വായിക്കാൻ സമയം കിട്ടാത്ത ഓഡിയോ ബുക്കുകൾ വായിച്ചു തീർത്ത മനു എസ് പള്ളിയുടെ ഐവറി ത്രോൺ ഓഡിയോ ബുക്ക് കേട്ടതാണ്. യുവൽ നോഹ ഹരാരിയുടെ 21 Lessons for 21st Century ഓഡിയോ ബുക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഓഡിയോ ബുക്കിലേക്ക് മാറിയ സന്ദർഭങ്ങളുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ പുസ്തകം കയ്യിലേക്ക് എടുത്ത് പിടിച്ച് ഏറ്റവും അവസാനം വായിച്ച പുസ്തകം അഖിൽ പി ധർമ്മരാജന്റെ റാം കെയർ ഓഫ് ആനന്ദിയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി അതെല്ലാം വായന ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഉള്ളത് തന്നെയാണ്. അപ്പൊ ഇനി എങ്ങനെ വായന ഒരിക്കലും വായിക്കാത്ത ഒരാൾക്ക് എങ്ങനെ വായന തുടങ്ങാം എന്ന് വേണമെങ്കിലും പറയാം. ഇന്നും ഇത് പറഞ്ഞ ഒരു കാര്യം പറയാം. അപ്പൊ എന്നോട് ചോദിക്കാണ്, പത്തിന് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലേറ്റസ്റ്റ് വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം യുവൽ നോഹ ഹരാരിയുടെ 21 Lessons for 21st Century ആണ്. ഞാൻ ഒരുപാട് പേർക്ക് അത് ഗിഫ്റ്റായി കൊടുത്തിട്ടുണ്ട്. ആസ് എ ഫ്യൂച്ചറിസ്റ്റിക് കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ. പിന്നെ ഒരു സിമ്പിളായിട്ട് അല്ലെങ്കിൽ ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് കാര്യം പറയുകയാണെങ്കിൽ അത് റിച്ച് ഡാഡ് പൂർ ഡാഡ് തന്നെയാണ്. റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പൂർ ഡാഡ് ആണ് അതിലെ ഏറ്റവും മനോഹരമായ പുസ്തകം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഒരു ആത്മകഥ ചോദിക്കുകയാണെങ്കിൽ അധികം ചിന്തിക്കാതെ പെട്ടെന്ന് പറയാൻ പറ്റും, അത് എന്റെ കഥയാണ്. മാധവിക്കുട്ടിയുടെ
എൻ്റെ കഥ. അതൊരു കേരളത്തിലെ സാമൂഹിക സാഹിത്യ മണ്ഡലത്തെ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച ഒരു പുസ്തകം കൂടിയാണ് എൻ്റെ കഥ. അപ്പൊ ഇനി വായന എങ്ങനെ തുടങ്ങാം, വായന തുടങ്ങാൻ പറ്റുന്ന ഒരു ഹാബിറ്റായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ വായിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നു, എനിക്ക് പറ്റുന്നില്ല, ഞാൻ എവിടെ തുടങ്ങണമെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും സിമ്പിൾ, നമ്മളൊക്കെ പ്രശ്നം അറിയാം, നമുക്കൊരു ഒരു ഒരു ബുക്ക് എടുത്ത ഇന്ന് മൊത്തം വായിച്ചു തീർത്തേക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പൊ തുടങ്ങുന്നത് ഒരു ഒരു ചെറിയ തുടക്കം, സ്റ്റാർട്ട് സ്മാൾ. ഒരു ചെറിയ നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ പുസ്തകം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അത് വലിയ കോംപ്ലിക്കേറ്റഡ് പുസ്തകമൊന്നും വേണ്ട, വളരെ സിമ്പിൾ. നമ്മളേതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് വായിക്കുന്ന നേരം കൊണ്ട് ഒരു ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക. ആ ചെറിയ ഗോൾ മാറ്റി ഒരു ദിവസം ഞാനൊരു 10 പേജ് വായിക്കും. അങ്ങനെ വായിച്ചു തുടങ്ങിയ ആൾക്ക് വേണമെങ്കിൽ ഒരു റീഡിങ് ഹവർ മാറ്റിയാക്കി ജീവിതത്തിൽ ഒരു അരമണിക്കൂർ ഞാൻ ഇന്ന് വായിക്കും. അങ്ങനെ വായിക്കാൻ വേണ്ടി കുറച്ച് സമയം എന്തായാലും മാറ്റിവെക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് അത് വലിയ കാര്യമാണ്. പിന്നെ ഞാൻ ഈ വർഷം എനിക്കൊരു ഓരോ ആഴ്ചയും ഓരോ പുസ്തകങ്ങൾ വായിച്ചു തീർക്കണം. ഞാനങ്ങനെ ഈ വർഷം ഒരു 52 പുസ്തകങ്ങൾ വായിക്കും നിങ്ങൾ വിചാരിക്കുക. അപ്പൊ നമ്മളൊക്കെ ആലോചിക്കുന്ന പുസ്തകം, നമുക്ക് എവിടെ നിന്ന് ഈ പുസ്തകങ്ങൾ വായിക്കാൻ സമയം? ഞാൻ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ VD സതീശന്റെ ഒരു വീഡിയോ കണ്ടു. അയാളുമായിട്ട് മനോരമ ലേഖനം നടത്തുന്ന ഒരു ഇന്റർവ്യൂ. സിമ്പിളാണ്. അതിനു മുമ്പ് VD സതീശൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ കഴിഞ്ഞ വർഷം വായിച്ച പുസ്തകങ്ങൾ പങ്കുവച്ചിരുന്നു. ഏകദേശം 44 പുസ്തകങ്ങളുണ്ട്. പലതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അധികം ഇംഗ്ലീഷ് ബുക്കുകളുണ്ട്, മലയാളം ബുക്കുകളുണ്ട്. അപ്പോ അയാൾ ചോദിക്കുന്നുണ്ട്, ചോദ്യം ഇതാണ്, എവിടെ നിന്നാണ് ഇത്ര അധികം പുസ്തകങ്ങൾ വായിക്കാൻ സമയം കിട്ടുന്നത്? അപ്പൊ അതിന് VD സതീശൻ വളരെ രസകരമായി മറുപടി പറയുന്നുണ്ട്, ലോകത്ത് തിരക്കുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും അധികം പുസ്തകങ്ങൾ വായിക്കുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചാണ്. അങ്ങനെ വായിക്കുന്ന ആളുകളുടെ രീതികളും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട് അർജുൻ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്റെ ബാല്യകാല സുഹൃത്താണ്. അവനിതുപോലെ നിരന്തരമായി വായിക്കുന്ന ആളുകളാണ്. അവൻ ഏറ്റവും കൂടുതൽ പണം ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന ഫുഡ് കഴിക്കാനായിരിക്കും. പക്ഷെ അവൻ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്ന, പക്ഷെ അവൻ ഇഷ്ടപ്പെടുന്ന, വായിക്കാൻ ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ വാങ്ങാനായിരിക്കാം. അപ്പൊ ഈ ഒരു മാറ്റം ആണ് അവന്റെ സംസാരത്തിലുള്ളത്. അധികം സംസാരിക്കില്ല, പക്ഷെ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഏതെങ്കിലും പുസ്തകത്തിന് കോട്ട് വെച്ചിട്ടായിരിക്കും സംസാരിക്കുക. സോ ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ VD സതീശനിലേക്ക് തിരിച്ചു വരാം. VD സതീശൻ പറഞ്ഞെന്ന് വെച്ചാല്, ഈ ഞാൻ വായിച്ച പുസ്തകങ്ങൾക്ക് എനിക്ക് ഓരോ പുസ്തകങ്ങളും വായിക്കാൻ ഒരു സ്പീഡ് ഉണ്ട്. അപ്പൊ ഒരു ദിവസം ചിലപ്പോൾ ഞാൻ 100 പേജ് വായിക്കും. അപ്പൊ 400 പേജുള്ള പുസ്തകം വായിക്കാൻ 4 ദിവസം മതി. ഒരു മലയാള പുസ്തകങ്ങളൊക്കെ ആണ് 100 പേജ് വായിക്കാൻ അത്യാവശ്യം സമയമുണ്ട്. അത് വായിക്കുന്ന സ്പീഡ് അനുസരിച്ചാണ്. ഒരു ഇംഗ്ലീഷ് ബുക്ക് ആണെങ്കിൽ ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ ഒരു 40-50 പേജ് വായിക്കും. ഇതല്ല, കുറച്ചുകൂടി ഒരു വളരെ സ്പെസിഫിക് ചെയ്ത് നമ്മൾ നോട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പുസ്തകങ്ങളാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മച്ച് ടൈം. ഒറ്റയിരിപ്പിൽ 40-50 പേജ് വായിക്കും, ബട്ട് ഇറ്റ് മൈ ടേക്ക് മോർ ടൈം. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. നമ്മൾ വായിക്കുന്നതിന്റെ സ്പീഡ് കൂടിയും നമ്മുടെ എത്ര പുസ്തകങ്ങൾ വായിക്കാൻ പറ്റി. ഇനി വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ചില പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അത്ര താല്പര്യം തോന്നിക്കൊള്ളുന്നില്ല. ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇതേപോലെ ഞാൻ ഈ അൽക്കമിസ്റ്റിന്റെ ഫാനായിരുന്നു, പൗലോ കൊയ്ലോയുടെ. അത് കഴിഞ്ഞ് വാൽക്കൈറി വായിച്ചു. അങ്ങനെ പക്ഷെ അദ്ദേഹത്തിന്റെ വേറൊരു പുസ്തകം അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ടിനോട് ചിത്രയാണ് പുസ്തകം സജസ്റ്റ് ചെയ്തത്. ഞാനത് വായിച്ചില്ല, തിരിച്ചു കൊടുത്തു അവളേക്ക്. അതേപോലെ തന്നെ റോബിൻ ശർമ്മയുടെ 2 പുസ്തകം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, 5 AM ക്ലബും ഹു വിൽ ക്രൈ വെൻ യു ഡൈ. പക്ഷെ മറ്റേ ബുക്കുണ്ട്, ദ മോങ് ഹൂ സോൾഡ് ഫെറാറി, അതിന്റെ അത്ര കണ്ട് കൺവിൻസ് ചെയ്തില്ല. അതേപോലെ എനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നായിരുന്നു നമ്മുടെ ജയ് ഷെട്ടിയുടെ ബുക്ക് തിങ്ക് ലൈക്ക് എ മങ്ക്. അതും എനിക്കത്ര കണ്ട് ഞാൻ വായിച്ചു തുടങ്ങി, കുറച്ചൊക്കെ വായിച്ചു, പക്ഷെ എനിക്കതങ്ങനെ അത്ര കംഫർട്ടബിൾ ആയി തോന്നിയില്ല. ഞാൻ പുസ്തകം വെച്ചു. അപ്പോൾ ഈ ബുക്ക് വായിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുണ്ട്. നമുക്ക് താല്പര്യം നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ അങ്ങനെ നിർബന്ധിച്ച് വായിക്കരുത്. പക്ഷെ ദേശത്തിന്റെ കഥ ഞാൻ ഇതേപോലെ ഒറ്റ സിംഗിൾ സെറ്റിൽ വായിച്ചു തീർത്തതാണ്. തുടക്കത്തിൽ എനിക്ക് ചെറിയ രാജകം തോന്നിയെങ്കിലും പിന്നെ പോകെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കഥയാണ് SK പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ. പിന്നെ ഈ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് റീഡിങ് ഹാബിറ്റ് കീപ്പ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഞാൻ ഇത്ര പുസ്തകങ്ങൾ വായിച്ചു തീർക്കും, ആ ഗോളിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക, ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ബുക്ക് വായിക്കുന്ന ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക.
അതാണ് ഇതിൽ ഏറ്റവും രസകരം. ഐ മീൻ അപ്പൊ അത്തരം ആളുകൾ സംസാരിക്കാൻ പറ്റും. എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ബിനോയ് സൈക്കോളജി ഓഫ് മണി അവൻ വായിച്ചു. അതെന്നെ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഞാൻ സത്യമായി ബുക്ക് ഇതുവരെ വായിച്ചിട്ടില്ല, പക്ഷെ ആ ബുക്കിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നല്ല കഥ പോലെ ബിനോയ് എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഞാനും അതുപോലെ നല്ല പുസ്തകങ്ങൾ വായിച്ചു കേട്ട് അതിൻ്റെ സന്ദർഭം ഈ ഹു വിൽ ഡൈ വെൻ യു ക്രൈയിലെ സന്ദർഭങ്ങൾ ഞാൻ ഇതുപോലെ ബിനോയിലേക്ക് വന്നിട്ടുണ്ട്. കഥകളൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി കഴിഞ്ഞാൽ ഞാൻ അവന് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ ഒരു കൊടുക്കൽ വാളങ്ങൾ, ഒരു റീഡിങ് ബഡ്ഡീസ് ഉണ്ടെങ്കിൽ ഈ വായനാശീലം പെട്ടെന്ന് വളരാൻ നമ്മളെ സഹായിക്കും. പിന്നെ എഴുതി വെക്കുന്നത്, ഐ മീൻ ഈ പുസ്തകങ്ങൾ വായിച്ച പുസ്തകങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങള്, അതിലെ ഉദ്ധരണികൾ, കഥാപാത്രങ്ങള് അത് ആക്കി വെക്കുക. പിന്നെ ഇനി പുസ്തകങ്ങൾ വായിക്കാനേ പറ്റുന്നില്ലെങ്കിൽ ഓഡിയോ ബുക്കിലേക്ക് മാറുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ വായിക്കാൻ സമയം കിട്ടാത്ത സമയം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എപ്പോഴും നമുക്ക് സമയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ, പുസ്തകം വായിക്കാൻ വേണ്ടി സമയം മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് കുഡ് ബി നൈസ് ഓൾവേസ്. ഇനി അതല്ല സമയം കിട്ടുന്നില്ല എന്നുള്ളതാണെങ്കിൽ ഓഡിയോ ബുക്സിലേക്ക് മാറാം. പിന്നെ നമുക്ക് പുതിയ കാലഘട്ടത്തിന്റെ മനുഷ്യരാണ്, തിരക്ക് പിടിച്ച ജീവിതങ്ങളാണ്. നാട്ടിലാണെങ്കിൽ സ്റ്റോറി ടെൽ ഉണ്ട്, ആമസോൺ ഓഡിയോ ബുക്കുകളുണ്ട്. സോ അത്തരം ഓപ്ഷൻസുകൾ എന്നും ചൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് എപ്പോഴും പേജുകൾ മറിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുവാചകങ്ങളിലേക്ക് സാഹിത്യകാരൻ പകരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതൊരു പേജ് മറിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറെയാണ്. ബട്ട് ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ പീപ്പിൾസ് എക്സ്പീരിയൻസ്. അത് അവരെങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ രണ്ടും പ്രിഫർ ചെയ്യുന്ന ആളുകളാണ്. ചില പുസ്തകങ്ങൾ എനിക്ക് എപ്പോഴും ഓഡിയോ ബുക്കാണ് പ്രിഫറബിൾ. ലൈക്ക് ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു അക്കാഡമിക് കാര്യങ്ങളാണെങ്കിൽ ഓഡിയോ ബുക്സ് ആണ് പ്രിഫറബിൾ. നേരെ മറിച്ച് ഇങ്ങനെ ഒരു കഥയും നോവലൊക്കെ ആണെങ്കിൽ എനിക്കെപ്പോഴും ഇഷ്ടം ഇങ്ങനെ പേജുകൾ മറിച്ച് വായിക്കാൻ തന്നെയാണ്. അതിന്റെ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും നിലനിർത്തുക ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതാണ് ഇപ്പൊ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം ഇതാണ്, ഈ വായനാശീലത്തെ കുറിച്ചാണ്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് നമ്മള് എങ്ങനെയാണ് ഒരു വായനാശീലം ബിൽഡ് ചെയ്യാനുള്ള വേറെ എന്തെങ്കിലും ബെറ്റർ മെത്തേഡ് ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിൽ വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അതാണ് കുഞ്ഞുണ്ണി മാഷ് പണ്ടേ വായനയെ കുറിച്ച് പറഞ്ഞു വെച്ചത്. അപ്പൊ അതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നോക്കാം നമുക്ക് എത്രത്തോളം ബുക്കുകൾ ഈ വർഷം വായിക്കാൻ പറ്റും എന്നുള്ളത്.